ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. ഏത് മീൻ വെച്ച് നമുക്ക് ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മസാല വെച്ച് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റി ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. ഞാനിവിടെ അയല വെച്ചാണ് ഫിഷ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ഈ മസാല റെഡിയാക്കി മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അയല മീനാണ്. നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി അയല മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് കടൽ മീനൊന്നും കിട്ടാറില്ല. ഇതേപോലെ വല്ലപ്പോഴും കൂടി നമ്മൾ എന്താ പറയണത്, ഒരു 7-8 മാസം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കിട്ടുന്നതാണ് ഇതേപോലെ അയല, ചൂര. ഈ 2 മീനാണ് ഇവിടെ വരണത്. അതും വല്ലപ്പോഴും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിവിടെ കൽക്കട്ടയിൽ നിന്ന് ആണ് വരുന്നതെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ നിന്ന് അടുത്താണ് കൽക്കട്ട, അതുകൊണ്ട് അവിടെ നിന്നാണ് വരുന്നതെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഞാൻ മറന്നുപോയി, ഹസ്ബൻഡിനെ അറിയത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇന്ന് കിട്ടിയ മീനാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളെ നാട്ടിലെ മീൻ കിട്ടിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒന്ന് സ്പെഷ്യൽ ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മളെ നാടൻ രീതിയിലൊന്ന് ഫിഷ് ഫ്രൈ റെഡിയാക്കാം, അതും വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം. ഇപ്പം മീൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടി 2 ഭാഗത്തും ഇതേപോലെ ലൈനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉള്ളിലോട്ടും മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഞാൻ തലയോടെ കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തല വേണ്ടെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാനിവിടെ 4 ഫിഷ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങ. അപ്പോൾ തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ സ്കിപ്പ് ചെയ്യരുത്, മസ്റ്റായിട്ട് ചേർക്കണം. ഇതാണ് നമ്മളുടെ ഫിഷ് ഫ്രൈക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് തേങ്ങയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് പിന്നെ ഇതേപോലെ അല്ലികളെല്ലാം ഇളക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു ഏലക്ക അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ഡ്രൈ ചില്ലി, നിങ്ങൾ എരിവിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ 4 എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇപ്പോൾ നമുക്ക് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി വീട്ടിലുള്ളവരാണെങ്കിൽ കൊച്ചുള്ളി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ കൊച്ചുള്ളി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത്. നിങ്ങൾ അവിടെ കൊച്ചുള്ളി കിട്ടുകയാണെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ കൊച്ചുള്ളി തന്നെ യൂസ് ചെയ്യണം. പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക, പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 മുറി നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ മീൻ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഒരു തരിതരിപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കണമൊന്നുമില്ല. ഇപ്പം ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇതിൽ മസാലയിൽ നേരിട്ട് എടുക്കുന്നില്ല. നമ്മൾ മീൻ മസാലയിലോട്ട് പുരട്ടണ അതിലോട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മസാല
ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മസാല എല്ലാം എടുത്തില്ല, മിക്സിയിൽ നിന്ന് പകുതി മസാല ഇതേപോലെ പ്ലേറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാ മീനിലും നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാനൊരു അല്പം വെള്ളവും കൂടെ, ഒരു 2-3 ഡ്രോപ്പ് വെള്ളവും കൂടെ ഈ മസാലയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കും, നമുക്ക് മീനിൽ നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം എല്ലാം നല്ല രീതിയിലൊന്ന് 4 മീനിലും അകത്തും ഉൾഭാഗത്തും ഒന്ന് നമുക്ക് ഇത് മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പം മീനിൽ നല്ല രീതിയിൽ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം മീനിൽ മസാലയെല്ലാം നല്ല രീതിയിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ചെയ്യാനുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഓയിൽ. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീനെല്ലാം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നാല് മീനും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബാക്കിയുള്ള മസാല നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സിമ്മിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് അടിഭാഗം നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാ മീനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ മീനും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡിലുള്ള മസാലയെല്ലാം എല്ലാ മീനിൻ്റെ മുകൾ ഭാഗത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പം നമ്മളുടെ മീനിവിടെ 2 ഭാഗവും നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇനി ഈ മീനിനെ ഒരു ഭാഗത്തോട്ട് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ആ മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം ബാക്കിയുണ്ട്. ആ 2 ടേബിൾ സ്പൂണോളം മസാല നമുക്ക് ഈ ഓയിലിൽ മീനെ കുറച്ചൊന്ന് സൈഡിലാക്കിയതിന് ശേഷം ആ ഓയിലിലോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഒരു മസാല മീനിൽ നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ തന്നെ നല്ല നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീൻ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്കും നല്ല രുചിയാണ് ഈ ഒരു ഫിഷ് ഫ്രൈക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫിഷ് ഫ്രൈ ആണ്. പുറമേയുള്ള മസാലയെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മസാലയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.